ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി വെച്ചിട്ടുള്ളൊരു കറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 സവാള കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ സവാളയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരു 1/4 ഭാഗത്തോളം നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഉടനെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് വാട്ടിയെടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് വെന്തുടഞ്ഞു വന്നപ്പോൾ ഞാൻ പൊടികൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടികൾ ചേർത്ത വീഡിയോ മിസ്സായിപ്പോയി. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നാലും ഒന്ന് പറഞ്ഞുതരാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം. ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറിയിട്ട് നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിച്ചും കൂടി എടുക്കണേ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവുമേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.